എല്ലാവർക്കും നമസ്കാരം. പുതിയ നോട്ടിഫിക്കേഷൻ വരും പറയാൻ പോവുകയാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അതിന് മുന്നോടി ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ധന്യ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്കിങ് നേടിയ ധന്യ ഇപ്പോൾ ഇതാ പത്തനംതിട്ട ജില്ലയിലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റായി ജോലി പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ധന്യ ഒരു വലിയ മാതൃകയാണ് എന്ന് പറയാൻ കാരണം, ഈ കോഴ്സിനെ പറ്റി എൻക്വയറി നടത്തുന്ന പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് ഇങ്ങനെയാണ്: സാർ, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടോ? കാര്യം വീട്ടിൽ എന്താണ് കുട്ടികളൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും മാതൃകയാണ് ധന്യ. കാരണം ധന്യക്ക് 2 കുട്ടികളുണ്ട്, ധന്യ ജോലിക്കും പോകുന്നുണ്ട്. അപ്പം ജോലിക്കും പോയി വീട്ടിലെ കാര്യങ്ങളും നോക്കി കുട്ടികളെ നോക്കിയിട്ടാണ് ധന്യ 1ാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പത്തനംതിട്ട ജില്ലയിൽ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ജോലി പ്രവേശിച്ചിരിക്കുകയാണ്. ധന്യക്ക് വാങ്ങാമെങ്കിൽ എല്ലാവർക്കും വാങ്ങാം, ശ്രമിച്ചാൽ മതി. ധന്യയെ പോലെ ധന്യ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ട് എങ്കിൽ, ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1ാം റാങ്ക് വാങ്ങാൻ പറ്റും. ധന്യയെ പോലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഓരോ വർഷവും അവരുടെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജോലി നേടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ കണക്ക് തന്നെ കൃത്യമായി പഠിച്ചാൽ, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഈ സന്തോഷം പങ്കുകൊണ്ടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷൻ ഇതുവരെ നമ്മുടെ സൈറ്റിൽ ആയിട്ടില്ല, വരും ദിവസങ്ങൾ ആവത്തേ ഉള്ളൂ. നമ്മൾ പക്ഷേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതേ കണക്ക് തന്നെ പഴയ എക്സാം പേപ്പറുകളും ഒരു ഇടയ്ക്കൊരു സിലബസ് ഇറങ്ങിയ സിലബസും എല്ലാം വെച്ചിട്ട് തന്നെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ക്ലാസ് ജൂലൈ 1 തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ടോപ്പിക്ക് പഠിപ്പിക്കുക, എല്ലാം കൂടെ പഠിപ്പിക്കുകയല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് അടുത്ത വർഷം ഒരു 3 മാസം കഴിയുമ്പോഴേക്കും കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പഠിച്ചു പോകാം, സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിച്ചു പോകാം. അപ്പോൾ നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. ക്ലാസ്സുകൾ ജൂലൈ 1 തിങ്കളാഴ്ച ആരംഭിക്കുന്നു. ക്വാളിഫിക്കേഷൻ കൺഫ്യൂഷൻ ഉണ്ട് പലർക്കും. ക്വാളിഫിക്കേഷൻ പറഞ്ഞു തരാം. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി, BSc കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 2nd ക്ലാസ്. 2 പേർക്കും ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി ആയിക്കോട്ടെ, BSc കെമിസ്ട്രി ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് എന്തുണ്ടായിരിക്കണം? 2nd ക്ലാസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് പാസ്സായാൽ പോരാ, 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം? BSc കെമിസ്ട്രിക്കാർക്ക്. അപ്പോൾ ചോദിക്കാം, പോളിമറുകൾക്ക് പറ്റുമോ? പറ്റും. BSc കെമിസ്ട്രിക്ക് ഇക്വലൻസ് കിട്ടുന്ന എല്ലാവർക്കും പറ്റും. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതിന്റെ ഇക്വലൻസ് കിട്ടുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാളിഫിക്കേഷൻ കാര്യത്തിൽ കൺഫ്യൂഷൻ വിട്ടേരെ. എന്താണ് BSc കെമിസ്ട്രി അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി? ഓക്കെ ആണല്ലോ. ഫീസ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. 6000 രൂപയാണെങ്കിലും ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. വെബിനാർ ഈ ഞായറാഴ്ചയാണ്, 7 മണിക്ക് സൂം ആപ്പ് വഴിയായിരിക്കും. ലൈവ് ഇന്ററാക്റ്റീവ് ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? പങ്കെടുക്കാം, ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. മാസ്റ്റർ കി അക്കാഡമിയുടെ സ്റ്റുഡൻസിനെല്ലാം തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. മാസ്റ്റർ കി അക്കാഡമി സ്റ്റുഡൻസിനെല്ലാം തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഫുഡ് സേഫ്റ്റി ഓഫീസർ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ വേറെ ഒരു പ്രത്യേക പാക്കേജ് ആയിരിക്കും. അവർക്ക് വളരെ ചെറിയ തുക മാത്രമേ കാണത്തുള്ളൂ. കാര്യം ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നതായതുകൊണ്ട് തന്നെ വളരെ ചെറിയ തുക മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മാസ്റ്റർ കി അക്കാഡമിയുടെ സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം സാനിറ്ററി കെമിസ്ട്രി എക്സാം കഴിഞ്ഞിട്ട് ഒരു കുട്ടി വിളിച്ചു. സാർ, ഞാൻ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്തതാണ്, ഞാൻ സാനിറ്ററി കെമിസ്ട്രി ജോയിൻ ചെയ്തതാണ്, എനിക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറോട് വേണം, എത്ര രൂപയ്ക്ക് നൽകും? അപ്പം അവരെ അത്രയും രൂപ ഓൾറെഡി മാസ്റ്റർ കി അക്കാഡമി ചിലവാക്കി പഠിച്ചവർക്ക് വീണ്ടും ഒരു പുതിയ കോഴ്സ് വന്നപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ അടുത്ത് കണ്ടിന്യൂസ് വരുന്ന ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ മാസ്റ്റർ കി സ്റ്റുഡൻസിന് എല്ലാം തന്നെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഞങ്ങൾക്ക് ഇത് ഏറ്റവും വലിയൊരു എനർജിയാണ്. കാര്യം ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെ വീണ്ടും ജോയിൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ്. ഒരു കോഴ്സ് മോശമായിട്ട് ചെയ്താൽ ഒരിക്കലും കുട്ടികൾ വീണ്ടും ജോയിൻ ചെയ്തില്ല. സാനിറ്ററി കെമിസ്ട്രിയുടെ എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികളാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ 5ാമത്തെ ബാച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി കൺഫ്യൂഷൻ ഇല്ല. ജൂലൈ 1 തിങ്കളാഴ്ച ആരംഭിക്കുന്നു. ക്വാളിഫിക്കേഷൻ പ്രശ്നമില്ല. ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ BSc കെമിസ്ട്രി. ഓക്കെ, ഇതൊരു പഴയ നോട്ടിഫിക്കേഷൻ ആണ്. ഈ നോട്ടിഫിക്കേഷൻ പറയാൻ കാരണം 2017 നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി 105. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഗവൺമെന്റ് അനാലിസിസ് ലബോറട്ടറി. പഴയ സാലറി സ്കെയിലാണ് പറയുന്നില്ല. അന്നത്തെ വേക്കൻസി 4. ഇപ്പോഴൊക്കെ എത്ര എടുത്തുന്ന ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ എത്ര പേർക്ക് എടുത്തുന്ന ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളുക. ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത് 18 മുതൽ 32 വരെയാണ്.
ക്വാളിഫിക്കേഷൻ പറഞ്ഞതാണ് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് എ സെക്കൻഡ് ക്ലാസ് ഓർ ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് എ സെക്കൻഡ് ക്ലാസ് മാർക്ക് കമ്പൽസറി ആണ്. ഓക്കെ, 2021 26/2021 അന്ന് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഡിപ്പാർട്ട്മെന്റ് മാറ്റമില്ല, പോസ്റ്റിൽ മാറ്റമില്ല. ST അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് വന്നത്. അന്നത്തെ സാലറി സ്കെയിൽ 25,200 മുതൽ 54,000 വരെ ആയിരുന്നു. അന്ന് വേക്കൻസി ഒന്നായിരുന്നു. ഓക്കെ, അതിലും ക്വാളിഫിക്കേഷനിൽ മാറ്റമില്ല, കുറച്ച് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏജ് ലിമിറ്റിൽ വ്യത്യാസം അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാര്യം പുതിയ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയൊന്നും വരത്തില്ല, വേറെ മാറ്റം ഉണ്ടാകും. ഓക്കെ, ഇതാണ് പലരുടെയും അറിയേണ്ട കാര്യം. കഴിഞ്ഞ തവണ എക്സാം നടത്തിയല്ലോ, റിസർവേഷൻ്റെ അല്ല, ജനറൽ PSC എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം നടത്തിയല്ലോ. അതിൻ്റെ 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് എത്ര മാർക്കായിരുന്നു? കട്ട് ഓഫ് മാർക്ക് എത്ര മാർക്കായിരുന്നു? എത്ര പേർക്ക് ജോലി ലഭിച്ചു? എങ്ങനെയൊക്കെ പഠിച്ച ജോലി ലഭിക്കും? ആദ്യമേ പറയട്ടെ, 100 മാർക്കിന് 20 മാർക്ക് GK, 40 മാർക്ക് ഫുഡുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ്, 40 മാർക്ക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ്. അങ്ങനെയാണ് 100 മാർക്ക്. 20 മാർക്ക് GK, 40 ഫുഡുമായി ബന്ധപ്പെട്ടത്, 40 മാർക്ക് കെമിസ്ട്രി. കട്ട് നോക്കുക, ഫസ്റ്റ് റാങ്കുകാർക്ക് കിട്ടിയ മാർക്ക് നോക്കിക്കോണേ, 49.33. ഓക്കെ ആണല്ലോ, 49.33 ആണ് ഫസ്റ്റ് റാങ്കുള്ള കുട്ടിക്ക് കിട്ടിയ മാർക്ക്. 50% മാർക്ക് പോലും കിട്ടിയില്ല, ഫസ്റ്റ് റാങ്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ചോദിക്കും 2ാം റാങ്ക് 45, അതൊന്നും നിങ്ങളെ ആർക്കും ചർച്ച ചെയ്യേണ്ട വരത്തില്ല. 1ാം റാങ്ക് മാത്രമേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ, 49.33. രണ്ടാമത് ചിന്തിക്കുന്ന കാര്യം, അവസാനത്തെ റാങ്ക് എത്രയായിരുന്നു? പറഞ്ഞു തരാം. ദാണ്ടേ അവസാനത്തെ റാങ്കിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 33.33. 33.33, 56 വരെ ലിസ്റ്റാണ് ഇട്ടത്. അപ്പൊ മനസ്സിലാക്കണം, 20 മാർക്ക് GK ഉണ്ടേ. ഒരുവിധം GK അറിയാവുന്ന കുട്ടി, ജനറൽ PSC പഠിക്കുന്ന കുട്ടി, ഒന്ന് കെമിസ്ട്രിയും ഫുഡൊക്കെ പഠിച്ചുകൊണ്ട് പോയി ഉറപ്പായിട്ട് ഈ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും ടോപ്പ് വന്ന് 49 പോയിന്റ് നോക്കാം, 49.33. എങ്ങനെയാണെങ്കിൽ അവസാനം കിട്ടിയ മാർക്ക് എത്രയാണ്? കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 33.33. ഓക്കെ ആണല്ലോ. അപ്പോൾ ചിന്തിക്കും, സാർ എത്ര പേർക്ക് ജോലി കിട്ടി? ദാണ്ടേ 54 പേർക്ക് അഡ്വൈസ് കൊടുത്തു. 54 പേർക്ക് അഡ്വൈസ് കൊടുത്തു. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 54. അവസാനം കൊടുത്തെന്നാ 14/2/23. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസമാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തത്. എത്ര പേർക്ക് കൊടുത്തു? 54 പേർക്ക്. എത്ര റാങ്ക് വരെയാണ്? ഓപ്പൺ കാറ്റഗറി 36. അപ്പോൾ ചിന്തിക്കും, ഓപ്പൺ കാറ്റഗറി 36 റാങ്ക് എത്രയായിരിക്കും? കണ്ടു, 36 ഓപ്പൺ കാറ്റഗറി വന്ന മാർക്ക് 34.67. നോക്കിക്കോണേ, കട്ട് ഓഫ് ആയിട്ട് എത്ര വ്യത്യാസം നോക്കണേ. കട്ട് ഓഫ് 33.33, അവസാനം ജോലി കിട്ടിയുടെ മാർക്ക് 34.67. ഒരു 2 ആൻസർ ശരിയാക്കിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. അതാണ് PSCയുടെ പ്രത്യേകത. നമ്മുടെ നിമിഷം മതി മാർക്ക് പോകാനും മാർക്ക് കുറയാനും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്പൺ കാറ്റഗറിയിൽ ഏകദേശം 36 പേർക്ക് എന്ത് കിട്ടി? ജോലി കിട്ടി. ബാക്കി ഈഴവ ഒന്നും ഞാൻ പറയുന്നില്ല, ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. 36 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരുപാട് 54 വേക്കൻസി അഡ്വൈസ് മൊത്തം പോയിട്ടുണ്ട്, 54 പേർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ആ SC STയുടെ അല്ലെങ്കിൽ ST റിസർവേഷന്റെ ഒരു സിലബസ് വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അതിനകത്ത് പറഞ്ഞ ടോപ്പിക്സ് ഇങ്ങനെയായിരുന്നു: ഫുഡ് കെമിസ്ട്രി, ഫുഡ് മൈക്രോബയോളജി, ഫുഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ലബോറട്ടറി എക്കോസിസ്റ്റം ആൻഡ് FFSI, ഫുഡ് ക്വാളിറ്റി അനാലിസിസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ്. ഇത്രയാണ് വന്നത്. ഒരിക്കലും ഇങ്ങനെ ആവണമെന്നില്ല, അതാദ്യം പറയട്ടെ. കാരണം ഒരു ഇടയ്ക്ക് ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ എക്സാം റിസർവേഷൻ നടത്തിയായിരുന്നു, സ്പെഷ്യൽ റിക്രൂട്ട് നടത്തിയായിരുന്നു. അപ്പോഴേ ഇംഗ്ലീഷ് കയറി വന്നു, മാത്സ് കയറി വന്നു, ഇംഗ്ലീഷ് വന്നു, IT കയറി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? പുതിയത് വന്നപ്പോൾ എല്ലാവരും കയറി ആദ്യം ഇംഗ്ലീഷ് അങ്ങ് പഠിപ്പിച്ചു, IT പഠിപ്പിച്ചു. ഞങ്ങൾ അന്നേ പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും വരത്തില്ല. സിലബസ് വന്നപ്പോൾ എന്താ? ന്യൂ സിലബസ് ആണ്, സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ സബ്ജക്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അവിടെ ഫുഡിനും പ്രാധാന്യം കാണും, കെമിസ്ട്രിക്കും പ്രാധാന്യം കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഫുഡുമായി ബന്ധപ്പെട്ട സിലബസുകൾ ക്യാച്ച് ചെയ്യാം. അതാണ്ടേ ഫുഡ് കെമിസ്ട്രി ക്യാച്ച് ചെയ്യണം. അതേ ഇടയ്ക്ക് തന്നെ ഓരോ ടോപ്പിക്സ് ഇങ്ങനെ പറയാം, ഇവിടെ തന്നെ പറയാം. ഫുഡ് കെമിസ്ട്രി പഠിക്കണം, ഫുഡ് മൈക്രോബയോളജി പഠിക്കണം, ഫുഡ് ടെക്നോളജി പഠിക്കണം, ഫുഡ് എഞ്ചിനീയറിംഗ് പഠിക്കണം, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പഠിക്കണം, ലബോറട്ടറി എക്കോസിസ്റ്റം FFSI പഠിക്കണം. ഫുഡുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഫുഡ് ക്വാളിറ്റി അനാലിസിസ് പഠിക്കണം. ഇതങ്ങ് കളഞ്ഞേക്കണം. ഏതാ? ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ് പഠിക്കേണ്ട, തൽക്കാലം പഠിക്കണ്ട. ഒപ്പം കെമിസ്ട്രിയും പഠിക്കണം. എന്താ പറയാൻ കാര്യം? 2017 നോട്ടിഫിക്കേഷനിൽ കെമിസ്ട്രിയിൽ നിന്ന് 40 ചോദ്യങ്ങളുണ്ട്. ക്വാളിഫിക്കേഷനകത്ത് പകുതി എന്താണ്? ഒരു ക്വാളിഫിക്കേഷൻ ആണ് BSc കെമിസ്ട്രി ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ, സാനിറ്ററി കെമിസ്ട്രിക്ക് എഴുതാൻ പറ്റുന്നവരുടെ ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രി,
ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി. സിലബസ് വന്നപ്പോൾ കെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്. PSCയുടെ പുതിയ രീതി അനുസരിച്ച് എന്ത് ക്വാളിഫിക്കേഷനാണോ പറയുന്നത് ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സിലബസ് ആയിരിക്കും വരുന്നത്. ഉറപ്പായിട്ടും ഫുഡുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ പഠിക്കണം, ഒപ്പം കെമിസ്ട്രിയും പഠിക്കണം. വരും ദിവസങ്ങളിൽ ഡെമോ ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സിലബസ് ആണ് വിശദമായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോഴേ ഏകദേശം കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് 49.33, അവസാനത്തെ മാർക്ക് 33.33, 54 പേർക്ക് അഡ്വൈസ് കിട്ടി, 36 വരെ ഓപ്പൺ കാറ്റഗറി അഡ്വൈസ് കിട്ടി. അപ്പോൾ പഠിക്കാൻ പറ്റും. 1-2 വേക്കൻസി ഒന്നും അല്ല. ഈ തവണയും ജില്ലാ അടിസ്ഥാനത്തിൽ വേക്കൻസികൾ കൂടുമെന്നാണ് അറിയുന്നത്. ഇപ്പം തന്നെ 10 വേക്കൻസി ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്നില്ല, ഉണ്ടെന്നാണ് അറിയുന്നത്. 10 വേക്കൻസി ഉണ്ട്. ഇനി ഒരുപാട് വേക്കൻസികൾ വരുമെന്നാണ് പറയുന്നത്. ഏകദേശം 56 ഒരുപാട് പേര് ആൾക്കെടുക്കാൻ പ്രതീക്ഷിക്കാം. ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഫുഡ് സേഫ്റ്റി ഓഫീസറിനും ഈ പരീക്ഷ ഏകദേശം ഒരേ കണക്കായിരിക്കും വരാൻ പോകുന്നത്. ഒരേ സമയത്താവാൻ സാധ്യത കൂടുതലാണ്. അപ്പോഴേ ഈ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം സെയിമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 2 വേക്കൻസി നമുക്ക് ഒന്നിച്ച് പരിഗണിക്കാം. 2 വേക്കൻസി ഒന്നിച്ച് പരിഗണിക്കാം. കാര്യം എന്താ, ഇപ്പോൾ തന്നെ JSA പരീക്ഷയും അസിസ്റ്റന്റ് സയൻസും അങ്ങനെ ആയിരുന്നു. ആദ്യം JSA വന്ന് കുറേ ആൾക്കാർ JSAക്ക് പോയി. ഓക്കെ ആണല്ലോ. പിന്നീട് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് വന്നു. അപ്പോൾ എന്താ, നമുക്ക് കിട്ടിയ നമ്മുടെ കൂടെ പഠിച്ച പല കുട്ടികൾ എന്ത് ചെയ്തു, JSAക്കും ഉണ്ട് അസിസ്റ്റന്റ് സയന്റിസ്റ്റും ഉണ്ട്. അവരെന്ത് ചെയ്തു, JSA കളഞ്ഞ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് വന്നു. അപ്പോൾ ബാക്കി കുറേ ആൾക്കാർ വീണ്ടും ജോലി കിട്ടി. അതേ കണക്ക് ഇവിടെയും ഫുഡ് സേഫ്റ്റി ഓഫീസർ ഈ കോഴ്സ് നന്നായിട്ട് പഠിക്കും. നിങ്ങൾ 2 കോഴ്സും കൂടെ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറഞ്ഞു ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. ക്ലബ് ചെയ്ത് പഠിക്കുക. ഫുഡ് സേഫ്റ്റി ഓഫീസറും ടെക്നിക്കൽ അസിസ്റ്റന്റും ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എല്ലാവർക്കും എല്ലാ ആശംസകളും. ജൂലൈ 1 ക്ലാസ് ആരംഭിക്കുന്നത്. 1ാം റാങ്ക് സ്ഥിരമായി വാങ്ങുന്ന നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാം. താങ്ക് യു.